ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഇത് സൂപ്രണ്ടിന്റെ ഓഫീസിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബെന്നി ബെഹനാൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സംസാരിക്കുകയാണ്. സ്ഥിതി വിവരങ്ങൾ ആരായുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിനുള്ളിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ MP, VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി കാര്യങ്ങൾ ആരായുകയാണ്. ബേൺ ICUവിൽ ഇപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല ചികിത്സയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെ കഴിഞ്ഞു. ലൈസൻസിയായ സതീശനടക്കം നിലവിൽ 4 പേരാണ് ICUവിൽ കഴിയുന്നത്. അതിൽ 2 പേർ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരം. സോണൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആശുപത്രി പരിസരത്ത് മോർച്ചറിയുടെ ഭാഗത്താണ് ഇപ്പോൾ സോണൽ ഉള്ളത്. സോണൽ 6 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരിൽ 5 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളവ തിരിച്ചറിയണമെങ്കിൽ DNA പരിശോധന വേണ്ടി വരുമോ സോണൽ? തീർച്ചയായിട്ടും അരുൺകുമാർ, ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം ഇപ്പോൾ സുബ്രഹ്മണ്യനെ കൂടി 6ാമത്തെ ആളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മോർച്ചറിക്കകത്താണ് ഇപ്പോൾ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ നടക്കുന്നത്. എന്തായാലും കൊളത്തൂർ സ്വദേശി, മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ സ്വദേശിയായിട്ടുള്ള 50 വയസ്സുകാരൻ സുബ്രഹ്മണ്യനെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. അങ്ങനെയെങ്കിൽ 6 പേരുടെ മൃതദേഹം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൈമാറിയിട്ടുള്ള വാസുദേവൻ, സുവിൻ, സുദർശനൻ എന്ന് പറയുന്ന 3 പേര് ഇന്ന് കൈമാറിയിട്ടുള്ള മണികണ്ഠൻ, എടപ്പാൾ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനും കോട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള മണികണ്ഠനും. ഇതിൽ കോട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള മണികണ്ഠൻ ഈ വെടിക്കെട്ട് പണിക്കാരനല്ല, അദ്ദേഹം ഒരു ദേശക്കാരനാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇനി ഏകദേശം 3ഓളം വരുന്ന മൃതദേഹങ്ങളാണ് മോർച്ചറിയിലുള്ളത്.